അപ്പോൾ നമ്മളിന്ന് ഈ കൂട് ഇത് നമ്മുടെ തേനീച്ചേൻ്റെ കൂട്ടിലെ തേനെടുക്കലും പരിപാടികളൊക്കെ ഈ പ്രാവശ്യത്തെ കഴിഞ്ഞിട്ട് ഇനി മഴയായി. ഇനിയിപ്പോൾ ഇവരുടെ സൂപ്പറുകളെല്ലാം ഈ തേൻ നിറയ്ക്കുന്ന സൂപ്പറുകളെല്ലാം നമ്മൾ മാറ്റി ബ്രൂഡ് മാത്രമാക്കി മാറ്റാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തിട്ടാണെന്നുണ്ടെങ്കിൽ ഈ കൂടുകളൊക്കെ ഇനി പെയിൻ്റ് അടിക്കും. അപ്പോൾ പെയിൻ്റ് അടിച്ച് വെച്ച നമ്മുടെ ബ്രൂഡുകളുണ്ട് കയ്യിൽ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതിനെ മാറ്റി ആ കൂടുകൾ ഇനി പെയിൻ്റ് അടിച്ച് വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബ്രൂഡിലത്തെ ഇപ്പോൾ പുതിയ ബ്രൂഡിലത്തെ അടകളൊക്കെ അങ്ങോട്ട് മാറ്റാം. എന്നിട്ട് പഴയ അടകളൊക്കെ നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് തുറക്കണായിട്ട് മുമ്പ് നമുക്ക് ക്യാപ്പ് വയ്ക്കാം. ഇത് മേടിക്കണ്ടല്ലോ. നമുക്ക് ആദ്യം തന്നെ സൂപ്പർ എടുത്ത് മാറ്റി വയ്ക്കാം. ഓക്കെ, സൂപ്പർ നമുക്ക് ഇവിടെ ഇരിക്കട്ടെ. ഞാൻ പൊതുവെ തേനീച്ചക്കൂട്ടിൽ സ്മോക്കർ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഊതിയാണ് തേനീച്ചകളെ ഇറക്കൽ. അപ്പോൾ നമുക്ക് ഇത് ഊതി ഇറക്കി ഈ പെട്ടിയിലേക്ക് നമുക്ക് മാറ്റാം. ഈ ഒരു ബ്രൂഡ് ബോക്സിലേക്ക് നമുക്കിതിനെ ഷിഫ്റ്റ് ചെയ്യാം. ആ ഇരുന്ന പൊസിഷനിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കണം. ഇതിൽ കൂടെ അങ്ങനെ തന്നെ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഈച്ചകളെ പയ്യെ നമുക്ക് ഇതിലേക്ക് മാറ്റാം. നമ്മൾ ഊതി ഇറക്കുകയാണ്. അതുപോലെ ഇതിലെ ഈച്ചകൾ ഇതിലിപ്പോൾ റാണി ഉണ്ടോയെന്ന് നമ്മൾ നോക്കണം. കാരണം നമ്മൾ തട്ടി ഇറക്കണ സമയത്ത് റാണി ഡാമേജ് ആവാൻ പാടില്ല. കാരണം മഴക്കാലം വരുന്നതുകൊണ്ട് പിന്നെ ഒരു റാണീനെ ഉണ്ടാക്കൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഇതിനെ ഇറക്കാനായിട്ട് കൂടുതൽ ഉപയോഗിക്കാറ് ഇങ്ങനെ പയ്യെ അവരെ ജെർക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വിടുന്ന ഒരു പരിപാടിയാണ്. ഓവറായിട്ട് നമ്മൾ ശക്തിയിൽ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേദന എടുക്കാനും നമുക്ക് കുത്തു കിട്ടാനുമുള്ള സാധ്യതയുണ്ട്. പക്ഷെ പയ്യെ നമ്മൾ അവരെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ കൂടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പൊക്കോളും. ആ ജീപ്പ് സ്റ്റാർട്ട് ആവണല്ലേ, നോക്കാം മോനെ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു ബ്രൂഡിൻ്റെ ബോട്ടം ഫ്രെയിമിലത്തെ ഈച്ചകളൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഇതിനെ വേണമെങ്കിൽ ആ സ്റ്റാൻഡിലേക്ക് നമുക്ക് വയ്ക്കാം. ഇതിപ്പോൾ തിരിഞ്ഞാണ് ഇരിക്കണത്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചു വയ്ക്കാം. അതിൻ്റെ എൻട്രൻസ് ആ ഒരു സ്ലോപ്പുള്ള സ്ഥലത്തല്ല. അപ്പോൾ അതിനെ നമ്മൾ എൻട്രൻസ് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരെ നേരത്തെ ഇരുന്ന പൊസിഷനിലോട്ട് തന്നെ നമുക്ക് മാറ്റാം. ഇപ്പോൾ റാണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ റാണി എവിടെയെങ്കിലും ഇരിക്കണ്ടായിരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്കിതിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുടഞ്ഞ് അതിലേക്ക് വിടാം. കോഴികളെ ഈച്ചതന്നെ നിങ്ങൾക്ക് ഈ സൈഡിലുള്ളത് കഴിഞ്ഞ് ഈ സൈഡിലുള്ളതിനെ നോക്കാം. അപ്പോൾ ഇതിലെ ഈച്ചകളും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സോഫാർ ഇതുവരെ കുത്തൊന്നും കിട്ടിയില്ല. നമുക്കിതിനെ ഒന്ന് പോയി അടച്ചു വയ്ക്കാം. ഇവർക്കൊന്നും പറ്റാത്ത രീതിയിൽ നമ്മളതിനെ ശരിയാക്കിയിട്ടുണ്ട്. നമുക്കിതിലത്തെ സൂപ്പറിലെ ഈച്ചകളെ വയ്യ ഒഴിവാക്കി വിടണം. കോഴി ഈച്ചകളെ
ബ്രൂഡിൻ്റെ പരിപാടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൂപ്പറിലുള്ള ഈച്ചകൾ നമുക്ക് ഒഴിവാക്കാം. ഈ ബ്രൂഡിൻ്റെ ഫ്രെയിമുകളൊക്കെ നമുക്ക് ഇതിലേക്ക് മാറ്റി വയ്ക്കാം. തൽക്കാലം ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കട്ടെ, കാരണം ഇതിൽ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഇനി പെയിൻ്റ് അടിക്കാനായിട്ട്. ആ പഴയ വാക്സും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് ഈ ഫ്രെയിം തൽക്കാലം ടെമ്പറേറ്റ് വയ്ക്കുന്നുള്ളൂ. ഇത് മാറ്റിയിട്ട് വേണം ഇനി ക്ലീൻ ചെയ്ത് വേണം പെയിൻ്റ് അടിക്കാനായിട്ട്. തൽക്കാലം ഇതിലിരിക്കട്ടെ. ഇനി നമുക്ക് സൂപ്പറിലെ പരിപാടി നോക്കാം. സൂപ്പറിൽ നമുക്ക് കുറച്ച് തേന് ഉള്ളത് നമുക്കിനി അവർക്ക് വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ ഇല്ല മോനെ. അപ്പൊ നമുക്ക് സൂപ്പറിലുള്ള ഈച്ചകൾ ഇനിയിപ്പോൾ തേന എടുത്തു കഴിഞ്ഞിട്ട് ഒരു ലേശം ഇതുള്ള തേന ഉള്ളൂ. അപ്പം അതിലെ ഈച്ചകളെയൊക്കെ നമുക്ക് ഇതിലേക്ക് പയ്യെ മാറ്റാം. നമ്മളിതൊക്കെ തേനെടുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരിതാണ്. മാറുന്നോണെ. അപ്പോൾ അങ്ങനെ കുടഞ്ഞിടുമ്പോൾ ചിലപ്പോൾ നിർബന്ധമില്ല. അതവിടെ ഇരിക്കട്ടെ. ആ മൈക്ക് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യണേ. ഒരു കുത്ത് നമുക്ക് കിട്ടി. നമ്മൾ കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ മുള്ളെടുത്ത് കളഞ്ഞാൽ നമുക്ക് അതിൻ്റെ നീര് വരില്ല. അപ്പോൾ ഞാൻ കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ യൂഷ്വലി ചെയ്യണത് എന്താണെന്നുണ്ടെങ്കിൽ ഈ സാധനത്തിനെ കത്തി വെച്ചൊന്ന് വടിച്ചു വിടും. വടിച്ചു വിടുമ്പോൾ ആ ഈച്ചയുടെ ആ കുത്തുന്ന ആ കമ്പ് അവരുടെ ബാക്ക് സൈഡിൽ നിന്ന് പൊട്ടിപ്പോയി കഴിഞ്ഞാലാണ് അവർ ചാവുള്ളൂ. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഭൂരിഭാഗം സമയത്തും ആ ഈച്ചകൾ ചാവാണ്ട് ചില സമയത്ത് കിട്ടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നീരോ കാര്യങ്ങളോ ഒന്നും കാര്യമായിട്ട് വരില്ല. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈച്ചകളുടെ കുത്ത് കാര്യമായിട്ട് കിട്ടാറില്ല. ചില ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ നിന്ന് തേനൊക്കെ കുടിക്കാനായിട്ട് വന്നിരിക്കുന്നതാണ്. എന്നൊരു കാര്യമായിട്ട് കെട്ടിയില്ല. ഇത് ആദ്യത്തെ ഒരു സൂപ്പർ കഴിഞ്ഞിട്ട് പിന്നീട് രണ്ടാമത് നമ്മൾ കെട്ടി കൊടുത്തതിലൊന്നും കാര്യമായിട്ടുള്ളൊരു കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു പ്ലേറ്റും കൂടി കൊണ്ടുവരും മോനെ. അത് യൂട്യൂബിൽ വരും കേട്ടോ. അങ്ങനെ നമ്മൾ ആ സൂപ്പറും ഒഴിവാക്കി ഇച്ചിരി മാറുന്നു കേട്ടോ. തേനുള്ളതുകൊണ്ട്
ഇത് കണ്ടോ കുത്തി 1 2 3 2 നമ്മളെ കുത്തിയിട്ടുണ്ട്. അപ്പം അത് കണ്ടോ ഇത് ഈ ഉദരഭാഗം പൊട്ടി പോകുമ്പോഴാണ് നമുക്ക് വേദന കൂടുതലാവണതും അവർ മരിച്ചു പോവുകയും ചെയ്യും ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ. അതേസമയം നമ്മൾ ആ കുത്തിയ സമയത്ത് തന്നെ നമുക്ക് ഇത് ഈ ഉദരഭാഗം വേർപെട്ട് പോണേറ്റ് മുമ്പായിട്ട് നമ്മളവരെ കത്തി കൊണ്ട് ഇങ്ങനെ വലിച്ചു കളയാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഇത് പമ്പ് ചെയ്യണ കാണാം. ഇതിലും ഇങ്ങനെ വലിച്ചു കളഞ്ഞാൽ ആ മുള്ള് കറക്റ്റായിട്ട് നമുക്ക് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. പിന്നെ ഈ കുത്ത് ശരിക്കും ഇതുപോലെ പറഞ്ഞു പോന്നു കഴിഞ്ഞാൽ നമ്മളൊരു മാവലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇല ആ കുത്തിയ സ്ഥലത്ത് തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കുത്ത് കിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കുത്ത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു മാവല എടുത്തിട്ട് അതിൻ്റെ ഇലയൊന്ന് ചതച്ചിട്ട് ആ കുത്ത് കിട്ടിയ സ്ഥലത്തൊന്ന് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കുത്തിയതിൻ്റെ അവർക്കൊരു സ്മെല്ലുണ്ട്, ഫെറമോൺ. അപ്പം ആ ഒരു ഫെറമോൺ മാറി മാവലേൻ്റെ ഒരു സ്മെല്ലായിട്ട് മാറും. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ അവർ കുത്തിയ ഇത് നമ്മൾ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കുത്ത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതില് നമ്മുടെ സൂപ്പറിന്റെ ഒക്കെ ഈച്ചകളെ നമ്മൾ ഒഴിവാക്കി നമുക്കിത് മൂടി വയ്ക്കാം. ഈച്ചകളവിടെ നിൽക്കുന്നുണ്ട്. ഈച്ചകൾക്ക് പരമാവധി കേടുപാടുകൾ പറ്റാത്ത രീതിയിൽ നമ്മളിതിനെ വെച്ച് സെറ്റ് ചെയ്തു. കുത്താനുള്ള ഒരു പ്ലാൻ നോക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ബാക്ക് സൈഡ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട. നമുക്ക് കുത്താനായിട്ടാണ് നോക്കി നടക്കുന്നത്. ചിലപ്പോൾ കുത്തണമെങ്കിൽ നമുക്ക് ലൈവ് കാണാം. കുത്തണില്ലാന്ന് തോന്നണം. കുത്താനുള്ള പരിപാടി ഇല്ല. അത് തേൻ കൈമ കുറച്ചായത് കുടിക്കാനാണ് വന്നേനെ. കാണാണ്ടോ കയ്യിലൊരു ലേശം തേനായത് പുള്ളി ആക്കി കുടിച്ചോണ്ടിരിക്കാം. ഇനി നമുക്ക് അവനെ ഊതി കളയാം. ഓട്ടെ, ഇത് നമുക്ക് ഈ ഒരു കൂട് എന്നിട്ട് മോനെ ഈച്ചയാണോ ചെന്നീ പിടിച്ചോ വരണം. ഒരു ഈച്ചനെ പിടിച്ചോ. ഈച്ചകൾ കുറേ എണ്ണം ഒരുമിച്ച് വർക്കല്ലേ. എന്താണ് അയ്യോ തേൻ കുടിക്കാൻ വന്നുണ്ട്. ഒരു കുത്താണോ വേണ്ടത്? കുത്തിയില്ല, അങ്ങനെയൊന്നും കുത്തില്ലടാ. നമുക്ക് അവരെ ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ അവർക്ക് വേദനിച്ചാൽ മാത്രമാണ് ഇതിപ്പോ. ഒരു തേനീച്ചേനെ തരണോ? നമുക്ക് ഈ സാധനം ഒന്ന് മൂടി പുറച്ച് കെട്ടിയിടാം. ഈ മഴയിൽ നമുക്കിത് ഫുള്ളായിട്ട് എത്തൂല. നമുക്ക് ഓക്കെ, നമുക്ക് അതിൻ്റെ ഉള്ളിൽ സെൻറ്ററിൽ വെള്ളം കെട്ടി നിൽക്കാണ്ടിരിക്കാൻ നമുക്കൊരു കോല് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇവർക്കിത് ഇവിടെ തടസ്സം വരുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടി ബാക്ക് ഇറക്കി വയ്ക്കാം. നമ്മളങ്ങനെ നമുക്കിത് ഒന്ന് കെട്ടിയിടാം.
അപ്പോൾ അങ്ങനെ കൂടുതൽ നമ്മൾ ഈച്ചകളൊക്കെ ചെറിയ കൂടിലേക്ക് ആക്കി മറ്റേ കൂട്ടിലെ തേന വലിച്ചു നോക്കിയേ. ഇതൊക്കെ നമുക്ക് പെയിൻറ് ചെയ്യാനായിട്ടുള്ള രീതിയിലേക്കാണ് ഇരിക്കണേ. നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ഇതാക്കാനായിട്ട്. തൽക്കാലം ഇവിടെ ചെയ്തേ ഇത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തേനും കൊണ്ട് പോവാം. അപ്പോൾ നല്ല കനമുള്ള നല്ല തേങ്ങ ഉണ്ടോ, നല്ല സീൽ ചെയ്ത തേൻ. ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം എടുത്തതാട്ടോ. എടുത്തിട്ട് അവർ എരിച്ചൊക്കെ കെട്ടി വീണ്ടും വീണ്ടും ഇതാണ്.